കോട്ടയം പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത രൂക്ഷം. പാർട്ടി അന്ത്യശാസനം തള്ളി ഷാജു വി തുരുത്തിൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രാജിവെക്കാൻ രാവിലെ 11 മണി വരെ നേതൃത്വം സമയം നൽകി. എന്നിട്ടും രാജിവെച്ചില്ല എങ്കിൽ ചെയർമാനെതിരായ UDF അവിശ്വാസത്തെ പിന്തുണയ്ക്കാനാണ് കേരള കോൺഗ്രസ് എം തീരുമാനം. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ജോസി, ഇനി ഉള്ളത് 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു സസ്പെൻസ് അല്ലെങ്കിൽ മറ്റ് നീക്കങ്ങൾ പാലാ നഗരസഭയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? മറ്റു വിവരങ്ങൾ. അജി, നിലവിലെ ചെയർമാനായ ഷാജു വി തുരുത്തിൽ രാജിവെക്കില്ല എന്ന നിലപാട് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഒരു അന്ത്യശാസനം എന്ന നിലയിൽ, അവസാന ഡെഡ് ലൈൻ എന്ന നിലയിലാണ് 11 മണി വരെ സമയം നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ആശുപത്രിയിൽ തുടരുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആശുപത്രിയിൽ തുടരുകയാണ്. അതുകൊണ്ട് ഇന്ന് നഗരസഭയിൽ എത്തില്ല. അപ്പോൾ നിലവിൽ 9 കേരള കോൺഗ്രസ് അംഗങ്ങൾ മാത്രമാകും. പക്ഷേ 14 അംഗങ്ങളുടെ പിന്തുണ വേണം അവിശ്വാസം പാസ്സാകാൻ. UDF അംഗങ്ങളോടൊപ്പം ചേർന്നാൽ അത് സ്വാഭാവികമായും പാസ്സാകും. അതോടൊപ്പം തന്നെ LDF-ലെ CPM CPI അംഗങ്ങൾ ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്നത് നോക്കിക്കാണണം. അതേസമയം ഇന്നിപ്പോൾ UDF-ന്റെ ഒരു പാർലമെന്ററി പാർട്ടി യോഗം മാണി സി കാപ്പൻ MLA-യുടെ വീട്ടിൽ ചേരുകയാണ്. സ്വാഭാവികമായും കേരള കോൺഗ്രസിന് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ ആലോചന ഉണ്ടെങ്കിൽ തുരുത്തലിനെതിരായ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ നിന്നും UDF തന്നെ വിട്ടുനിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെയെങ്കിൽ അത് പാസ്സാകാതെ വരികയും തുരുത്തൻ തുടരുകയും ചെയ്താൽ അത് രാഷ്ട്രീയമായ നേട്ടമാകുമെന്ന് UDF കരുതുന്നു. എന്തായാലും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് ഉള്ളത്. ഒരുപക്ഷെ ഷാജു വി തുരുത്തൻ രാജിവെച്ചില്ല എങ്കിൽ തുടർന്ന് അദ്ദേഹത്തിൻ്റെ തുടരേണ്ടി വരും. അതുപോലെ പാർട്ടിയുടെ നിർദ്ദേശം ലംഘിച്ച് ചെയർമാൻ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. നേരെ മറിച്ച് അത് എതിർപ്പാളയത്തിലുള്ളവർ കേരള കോൺഗ്രസിനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കുമെന്നുള്ള കണക്കുകൂട്ടൽ കേരള കോൺഗ്രസ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഷാജു വി തുരുത്തൻ എതിർവിഭാഗത്തിന്റെ വിമർശനങ്ങൾ ഉണ്ടായാൽ പോലും ഷാജു വി തുരുത്തന്റെ രാജി വേണമെന്നൊരു നിലപാടിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗമുള്ളത്. ഇന്ന് 12 മണിക്ക് ഇതിനുശേഷം കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു മാധ്യമങ്ങളെ കാണും. സ്വാഭാവികമായും ഷാജു വി തുരുത്തനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വാർത്താ സമ്മേളനമായിരിക്കും അദ്ദേഹം നടത്തുക എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തായാലും സസൂക്ഷ്മം നോക്കിക്കാണുകയാണ് എല്ലാവരും. അജി, ശരി. ജോസി ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.